ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഓൺ വോയിസിൽ വന്നിരിക്കുന്ന വേറൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. വയനാട്ടിലെ ദുരന്തമല്ലേ. അവിടെ ഒരുപാട് പേരുടെ ജീവിതം നഷ്ടപ്പെട്ടു, അതേപോലെ തന്നെ അവരുടെ വീട് കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, റിലേറ്റീവ്സ് നഷ്ടപ്പെട്ടു, അതേപോലെ മക്കളുണ്ട്, രക്ഷിതാക്കളുണ്ട്, മക്കളില്ല, അതേപോലെ അവരുണ്ട്, അവരുടെ ഫാമിലീസിൽ മറ്റാരെങ്കിലും ഇല്ലായ്മ അങ്ങനെയൊക്കെ ഉള്ളത് അതൊന്നും ഒരിക്കലും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറ്റുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതേപോലെ അവർക്ക് നമുക്കാവുന്ന സഹായങ്ങൾ കൊടുക്കുക, അതേപോലെ പൈസ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഓരോരുത്തർ ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്കും അതുപോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം എല്ലാവർക്കും കാണും. പക്ഷെ നമുക്കതിനുള്ള ഫാമിലി അതിനുള്ള സെറ്റിൽമെൻറ്റ് ഉണ്ടാവില്ലായിരിക്കും. ഫിനാൻഷ്യലി സെറ്റിൽഡ് അല്ലാത്തവർ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ അവരെ സഹായിക്കുക. 1 രൂപയാണെങ്കിൽ പോലും ഇപ്പോൾ അവർക്ക് വലുത് തന്നെയാണ്. അപ്പം 1 രൂപയാണെങ്കിലും 5 രൂപയാണെങ്കിലും 10 രൂപയാണെങ്കിലും 50 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും എത്ര ആണെങ്കിലും അവർക്കായിട്ടത് ഡൊണേറ്റ് ചെയ്യുക. അവർക്കത് വലിയൊരു ഉപകാരമായിരിക്കും. നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് പൈസ ആയിട്ടാണ് അവർക്ക് സഹായിക്കാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് അവിടെ എത്തിക്കാൻ പറ്റുന്നത് ആ രീതിയിൽ അവർ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരുപാട് കുഞ്ഞുമക്കൾ അവർക്ക് വിശപ്പടക്കാനായിട്ടുള്ള മുലപ്പാൽ വരെ ഓരോ അമ്മമാർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനുഷ്യത്വം ഓർത്തിട്ട് നമുക്ക് തന്നെ അഭിമാനിക്കാമല്ലേ. അവരുടെ സ്വന്തം മക്കളെ പോലെ കരുതിയിട്ടായിരിക്കില്ല അവരെന്തായാലും ആ കുഞ്ഞുമക്കൾക്ക് മുലപ്പാൽ വരെ കൊടുക്കാൻ, വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാമെന്നുള്ളത് മുന്നോട്ട് വന്നിട്ടുണ്ടാവുക. അവർക്ക് പറ്റുന്നത് അതായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ടാണ് അവരങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ട് അതുവരെ അവർ ചെയ്യാനായിട്ട് എല്ലാവരും മുൻപിട്ട് ഇറങ്ങി വന്നത്. അപ്പോൾ നമ്മളെ കൊണ്ടാകുന്നത് ഏത് രീതിയിലാണ് അവർ സഹായിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതേപോലെ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊന്നും ഓർത്ത് ആരും സങ്കടപ്പെടേണ്ടതില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്താൽ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഞാനും അതിലൊരു ഭാഗമായില്ലേ എന്ന് വെച്ചിട്ട് എനിക്ക് അതേപോലെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഫിനാൻഷ്യലി ഓരോ സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2 മാസമായിട്ടേ ഉള്ളൂ. 2 വർഷം മുമ്പേ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഡ്രീമായിരുന്നു എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം. പക്ഷെ പല കാര്യങ്ങൾ കൊണ്ടും എൻ്റെ ഓരോ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അത്രയും ഫോഴ്സായിട്ട് ഞാൻ അതിനെ ഇറങ്ങി തിരിച്ചില്ല. അങ്ങനെ ഇറങ്ങി തിരിച്ചതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന പോലെ തന്നെ എനിക്കും എൻ്റെ കയ്യിൽ നിന്ന് അടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയേനേന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് ഇപ്പോൾ 2 മാസമായിട്ടേ ഉള്ളൂ. എന്ന് വരുമാനമൊന്നും കിട്ടാൻ എനിക്ക് തുടങ്ങിയിട്ടില്ല. ഞാൻ മെല്ലെ റീച്ചായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ റീച്ചൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾക്ക് എനിക്കും ഇതേപോലെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ ഞാൻ അന്നന്നാളെടുത്തിട്ടുള്ള വീഡിയോസ് അല്ല ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. മുൻപേ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോസ് വരെ എൻ്റെ കയ്യിലുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യം തുടങ്ങണം എന്ന് പറയുന്നത് എടുക്കും, പക്ഷെ തുടങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. അതാണ് ഇപ്പോൾ ഓരോ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് ഒരു വയസ്സ് കഴിഞ്ഞൊരു മോളുണ്ട്. അതുകൊണ്ട് തന്നെ അന്നന്നാളത്തെ വീഡിയോ എടുത്തന്നാൾ അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ മുൻപേ എടുത്ത് വയ്ക്കും. അതാണ് ഓരോ ദിവസമായിട്ട് എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ അവൾ ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് ഞാൻ വീഡിയോസ് ചെയ്യാറ്. അങ്ങനെയൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ അവർ ദുരന്തത്തിലിരിക്കുമ്പോൾ നമ്മളിവിടെ ആർമാദിച്ചിരിക്കുക എന്നല്ല. അന്നന്നാളത്തെ വീഡിയോസ് അല്ല ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. 2 വർഷത്തെ വരെ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട് എടുത്ത് വെച്ചിട്ടുള്ള ഓരോ ഷോർട്സ് പോലത്തെയൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ചിപ്പോൾ എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലൊക്കെ എടുത്തതൊക്കെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും കൈകോർത്ത് നിൽക്കുക. അവർക്കൊരു താങ്ങായിട്ട്. ഇന്ന് അവർക്ക് സംഭവിച്ചത് നാളെ നമുക്ക് സംഭവിച്ചുകൂടാ എന്നില്ല. നമ്മളിപ്പോൾ ഇന്ന് ഉറങ്ങിയിട്ട് നാളെ എഴുന്നേറ്റാലേ നമുക്ക് എഴുന്നേറ്റു എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അത്രയേ ഉള്ളൂ ജീവിതം. അപ്പോൾ എല്ലാവരും അഹങ്കരിച്ചിരുന്നിട്ടോ വാശി കാണിച്ചിരുന്നോ വൈരാഗ്യം കാണിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എല്ലാവരും കൈകോർത്ത് വയനാട്ടിലേക്ക് എല്ലാവരും കൈത്താങ്ങാൻ ഞങ്ങളുണ്ട് എന്നുള്ള അവർക്കൊരു ആത്മധൈര്യം നമ്മളൊക്കെയാണ് കൊടുക്കേണ്ടത്. നമുക്കും ഇതേപോലെ നാളെ എന്തെങ്കിലും ഒരു ആപത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലായില്ല. ഇപ്പം തന്നെ അവർക്ക് എത്രയാണ് കൈത്താങ്ങായിട്ട് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേര് അവരെ സഹായിക്കാനായിട്ട് എത്തുന്നുണ്ട്. അപ്പം അവരവരെ കൊണ്ടാകുന്നത് എന്താണോ അത് ചെയ്യുക. അല്ലാതെ എനിക്ക് വലുതായിട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ, ചെറുതായിട്ടാണോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ ഒരു ഗൂഗിൾ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ദുരിതാശ്വാസ നിധിയിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു 10 രൂപയായിട്ട് നമ്മളെങ്ങനെ ചെയ്യുക. ആ 10 രൂപ ചെയ്യുന്നു എന്ന് നിങ്ങൾ വിചാരിക്കണം. കാരണം 10 രൂപ വെച്ചിട്ട് 10 പേര് ചെയ്തു എന്ന് വെച്ചാൽ
അവർക്കൊരു തുകയായില്ലേ. അത് വെച്ച് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് അതൊരു തുകയാവും. നമ്മളത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി മുൻപോട്ട് നിൽക്കുക. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വെച്ച പായസം ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 220 രൂപയാണ് ഒരു കപ്പ് പായസത്തിന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ കിട്ടുന്ന പൈസ ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും കഴിയുന്ന തരത്തിൽ ഏത് രീതിയിലാണോ കഴിയുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വെറുതെ പൈസ വാങ്ങി എന്നുള്ളൊരു ഇത് നമുക്കും വരില്ല. നമ്മൾ ആ പായസം കൊടുക്കുമ്പോൾ ഒരു പൈസ തരുന്ന സമയത്തും അവർക്ക് മനസ്സിൽ ഇതിൽ നിറയും. അപ്പോൾ അവർക്ക് കിട്ടേണ്ട പൈസ അവർക്ക് നമുക്ക് കൊടുക്കാനും സഹായിക്കാനും കഴിയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് വേറെ ഏത് തരത്തിലാണോ നമുക്ക് ഓരോ ഇത് ചെയ്തിട്ട് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെ സഹായിക്കുക. ഇപ്പോൾ 10 രൂപയാണ്. ഇപ്പോൾ വീട്ടിലെല്ലാവരും വീടിനകത്തുള്ളവരൊക്കെ ഒരു പൈസ തിരിച്ചിട്ട് അവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അവരെ കൈത്താങ്ങായിട്ട് നമ്മൾ സഹായിക്കാൻ നോക്കുക. എല്ലാവരും ഒത്തൊരുമയോടുകൂടി നിൽക്കുക. മനുഷ്യന്മാർ തന്നെയുള്ളൂ സഹായിക്കാൻ എന്ന സത്യം മനസ്സിലാക്കുക. അപ്പോൾ എത്ര തന്നെ ഇതൊക്കെ നമ്മൾ സഹായിച്ചാലും അവർക്ക് പോയതൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല. അവരുടെ വീടോ അല്ലെങ്കിൽ ജീവിതമോ അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളെ ഒന്നും നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. താങ്ക് യു ആൾ. ഇത്രയുള്ള അപ്പോൾ